മക്കളെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി അല്ലേ, ഈ ഒരു ചോദ്യം ഒരു ട്വിസ്റ്റുള്ള ചോദ്യമാണ്. ഈ ബ്രാക്കറ്റിൽ വരുന്ന രണ്ട് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ 2 tan ഇൻവേഴ്സ് എക്സിൻ്റെ ഒരു ഫോർമുല പഠിച്ചിരുന്നതാണ്. ഇപ്പോൾ നമുക്കത് അലൗഡ് അല്ലാത്തത് കൊണ്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കുക, നമ്മളിവിടെ എക്സ് എന്ന് പറയുന്ന ടേമിനെ വൈ എന്ന് പറയുന്ന ടേമിനെയും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുക. എക്സ് ഇക്കൽ ടു ടാൻ തീറ്റ, വൈ ഇക്കൽ ടു ടാൻ ഫൈ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്നുള്ളത് നോക്കുക, സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ 1 മൈനസ് ടാൻ സ്ക്വയർ ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ഫൈ. ആ സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഉള്ളിൽ വന്ന ടേംസ് നമ്മൾ ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം. ഒന്നാമത്തെ ടേം സൈൻ 2 തീറ്റ ആകും, രണ്ടാമത്തെ ടേം കോസ് 2 ഫൈ ആകും. ഓക്കെ ആണല്ലോ, ഇതായിരിക്കുള്ളൂ ഇനി ടേമിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ടാനിൻ്റെ ഉള്ളിൽ ഹാഫ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്നും കോസ് ഇൻവേഴ്സ് കോസ് 2 ഫൈ എന്നും പറഞ്ഞു കിട്ടും. സൈൻ ഇൻവേഴ്സിനുള്ളിൽ സൈൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താ? ആ 2 തീറ്റയും ഇവിടെ എന്ത് വരും? 2 ഫൈയും വരും. ശരിയാണല്ലോ. സോ നമുക്ക് എഴുതാം ടാൻ ഹാഫ് 2 തീറ്റ പ്ലസ് 2 ഫൈ. ആ 2 കോമൺ അല്ലേ, അതിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന അറിയാമോ? ടാൻ തീറ്റ പ്ലസ് ഫൈ. ടാൻ എക്സ് പ്ലസ് ഫൈയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് പ്രകാരം ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ടാൻ തീറ്റ ടാൻ ഫൈ. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു അല്ലേ, എക്സും വൈ എന്നും. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടാൻ തീറ്റ എക്സ് ആണ്, ടാൻ ഫൈ വൈ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദിസ് ഇസ് ആൻസർ. എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ.